സ്മാർട്ട് ട്രേഡർ ഇൻഡിക്കേറ്റർ പർച്ചേസ് ചെയ്ത് അത് എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളൊരു ബ്രീഫ് വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ 3 വെർഷൻ ഉണ്ട് നമുക്ക്. സ്മാർട്ട് ട്രേഡർ പ്ലസ്, പ്രോ, അതേപോലെ അൾട്ടിമേറ്റ്. ഇതിന് 3 ഫീച്ചേഴ്സാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സ്മാർട്ട് ട്രേഡർ പ്ലസ് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തിട്ട് അതെങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് വന്നിട്ട് സ്മാർട്ട് ട്രേഡർ പ്ലസ് ചൂസ് ചെയ്യുക. ശേഷം മന്ത്ലി ആണോ ഏതാണ് പ്ലാൻ എന്നുള്ളത് നോക്കുക. മന്ത്ലി ആണെന്നുണ്ടെങ്കിൽ മന്ത്ലി ചൂസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് കൊടുക്കുക. ശേഷം പേയ്മെൻറ്റ് ചെയ്യാം. ഓക്കെ, പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒരു വിൻഡോയിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ഇതൊന്ന് ക്ലിയർ ആയിട്ട് വായിച്ച് നോക്കണം. ഈ ഇൻഡിക്കേറ്റർ ഒരിക്കലും പ്രോഫിറ്റ് മാത്രം തരുന്ന ഒരു സ്ട്രാറ്റജി അല്ല. അപ്പോൾ അത് നമ്മളൊന്ന് ഫസ്റ്റ് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നമുക്കൊരു കറക്റ്റ് ഒരു എഡ്ജ് തരും, ഡയറക്ഷൻ കിട്ടും, എങ്ങോട്ടാണ് ട്രേഡ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഡയറക്ഷൻ നമുക്ക് ഈ ട്രേഡ് ഇൻഡിക്കേറ്റർ തരും. ഓക്കെ, നമ്മൾ ഇൻഡിക്കേറ്റർ പർച്ചേസ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ വന്നിട്ട് ഈ മെമ്പർഷിപ്പ് ഫോം ഒന്ന് ഫില്ല് ചെയ്യണം. അതിനുശേഷം സ്റ്റെപ്പ് 3യിൽ വന്നിട്ട് ഈ ഇൻഡിക്കേറ്റർ നമുക്ക് ട്രേഡിംഗ് വ്യൂവിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻഡിക്കേറ്ററിനെ നമ്മൾ ആഡ് ടു ഫേവറേറ്റിലോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇങ്ങനൊരു വിൻഡോയിലായിരിക്കും വരുന്നത്. ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനുശേഷം ഇവിടെ ആഡ് ടു ഫേവറേറ്റ് ബട്ടൺ ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഫേവറേറ്റിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ടിലോട്ട് പോവുകയാണ്. ഓക്കെ, ഇവിടെ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ടിൽ വന്നിട്ടുണ്ട്. ശേഷം നമ്മൾ ഇൻഡിക്കേറ്ററിലോട്ട് പോകുന്നു. അവിടെ നമ്മൾ സെർച്ച് ചെയ്യണം. സെർച്ച് ചെയ്തപ്പോൾ ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു വിൻഡോ ആയിരിക്കില്ല. അപ്പോൾ നമ്മളതിന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. അതിനായിട്ട് നമുക്ക് ഇൻഡിക്കേറ്ററിൻ്റെ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്മാർട്ട് ട്രേഡർ പ്ലസ് ബൈ BCB എലവേറ്റ് എന്നുള്ള അതിൻ്റെ സെറ്റിങ്സിലോട്ട് ആദ്യം പോകണം. അപ്പോൾ പോകുന്ന ടൈമിൽ ഇങ്ങനെ ഒരു വിൻഡോ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് സ്റ്റൈൽ സെക്ഷനകത്ത് ഈ പറയുന്ന കാര്യങ്ങൾ ഡിസേബിൾ ചെയ്ത് കൊടുക്കാം. ഷോർട്ട് EMA, മീഡിയം EMA, ലോങ് EMA, വോളിയം MA, ADX ലൈൻ, അതേപോലെ താഴോട്ട് വന്നിട്ട് ADX ത്രഷോൾഡ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഡിസേബിൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഇൻഡിക്കേറ്റർ കറക്റ്റായിട്ട് അപ്ലൈ ആവും. ശേഷം ഇൻപുട്ട്സിൽ വന്നിട്ട് നമുക്ക് നമ്മുടെ ടേബിൾ പൊസിഷൻ ഉണ്ട്, അത് നമുക്ക് എങ്ങോട്ടാണ് സൗകര്യം പോലെ വയ്ക്കാം. ടോപ്പ് റൈറ്റ് ചെയ്യാം, ബോട്ടം റൈറ്റ്, ടോപ്പ് ലെഫ്റ്റ്, ബോട്ടം ലെഫ്റ്റ്. ഓക്കെ, അതിനുശേഷം ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും നടത്തണ്ട. നമുക്ക് വന്നിട്ട് ഈ ഹയർ ടൈം ഫ്രെയിം കൺഫർമേഷൻ എന്നുള്ളതിൽ നമ്മൾ നിലവിൽ നമുക്ക് നമ്മുടെ സ്ട്രാറ്റജി ഇപ്പോൾ ഈ ഹയർ ടൈം ഫ്രെയിം കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 4 hour ഹയർ ടൈം ഫ്രെയിമിൻ്റെ ഒരു കൺഫർമേഷൻ കൂടെ നോക്കിയിട്ടായിരിക്കും നമുക്ക് സിഗ്നൽ തരുന്നത്. അപ്പോൾ കുറച്ച് ആക്യുറേറ്റ് ആയിരിക്കും ചിലപ്പോൾ, പക്ഷേ അതിനകത്തും ലോസ് വരാനുള്ള ചാൻസ് ഉണ്ട്. എന്നാലും നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. നിലവിൽ നമുക്ക് ഡീഫോൾട്ടായിട്ട് ചാർട്ട് തന്നെ കൊടുക്കാം. എന്ന് പറഞ്ഞാൽ ഹയർ ടൈം ഫ്രെയിം കൺഫർമേഷൻ ഡിസേബിൾ ആയിരിക്കും ഈ ടൈമിൽ ചാർട്ട് കൊടുക്കുമ്പോൾ. നമ്മളിവിടെ നിന്ന് ഹയർ ടൈം ഫ്രെയിം കൺഫർമേഷൻ ടൈം ഫ്രെയിം കൊടുക്കുന്നതനുസരിച്ച് അതനുസരിച്ചുള്ള ഒരു ഹയർ ടൈം ഫ്രെയിം കൺഫർമേഷൻ നമുക്ക് കിട്ടും. നിലവിൽ നമ്മൾ ഹയർ ടൈം ഫ്രെയിം കൺഫർമേഷൻ യൂസ് ചെയ്യുന്നില്ല. ഇത് യൂസ് ചെയ്യാത്തിടത്തോളം നമുക്ക് സിഗ്നൽസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. ഓക്കെ, അതേപോലെ ഇവിടെ സ്റ്റോപ്പ് ലോസ് ടൈപ്പ് ബോത്ത് എന്നുള്ള സെലക്ട് ചെയ്യണം. അത് ഓൾറെഡി ഡീഫോൾട്ടായിട്ട് അതായിരിക്കും കിടക്കുന്നത്. ഈ ബോത്ത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 സ്റ്റോപ്പ് ലോസ് ലൈൻസ് കാണാൻ പറ്റും. ഒന്ന് സ്വിംഗ് ബേസ്ഡ് ലെവലായിരിക്കും, മറ്റേത് ATR ബേസ്ഡ് ലെവലായിരിക്കും. നമുക്കതിൽ ഏതെങ്കിലും ഒന്നും ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റും. ATR SL കൊടുത്താൽ ATR SL മാത്രം ഓണാവും. സേഫ് SL കൊടുത്താൽ സ്വിംഗ് ബേസ്ഡ് SL മാത്രം ഓണാവും. ബോത്ത് കൊടുത്തു കഴിഞ്ഞാൽ 2ഉം എനേബിൾ ആയിരിക്കും. ഓക്കെ, അതേപോലെ വേറൊരു കാര്യം, നമ്മളിപ്പോൾ സിംഗിൾ ഡയറക്ഷനിലാണ് മാത്രമാണ് ട്രേഡ് നോക്കുന്നത്. ഉദാഹരണം, ഇപ്പോൾ ചില ആൾക്കാർ ബൈ ചെയ്യുന്ന ആൾക്കാർ മാത്രമായിരിക്കും, അല്ലെങ്കിൽ ചില ആൾക്കാർ സെല്ല് മാത്രമായിരിക്കും നോക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ബൈ സിഗ്നൽ മാത്രം എനേബിൾ ചെയ്ത് വെച്ചിട്ട് സെല്ല് ഓഫാക്കി വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ ബൈ മാത്രമേ കാണിക്കുള്ളൂ. ചാർട്ടിൽ ഇവിടെ നോക്കിയാൽ ബൈ മാത്രമേ സിഗ്നൽ കാണിക്കുള്ളൂ. അതിൻ്റെ കൂടെ നമുക്ക് ഇപ്പം സെല്ല് മാത്രം കാണിക്കണമെന്നുണ്ടെങ്കിൽ സെല്ല് മാത്രം എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ സെല്ല് മാത്രം കാണിക്കും. അപ്പോൾ അങ്ങനത്തെ സെറ്റിങ്സ് ഇവിടെ ചെയ്യാൻ പറ്റും.
പിന്നെ നമുക്ക് ഇൻഡിക്കേറ്ററിലോട്ട് വരുമ്പോൾ ഇവിടെ ലോ വോളറ്റിലിറ്റി ഫിൽറ്റർ എന്ന് പറഞ്ഞ സെറ്റിങ്സ് കാണാൻ പറ്റും. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് വോളറ്റിലിറ്റി കുറഞ്ഞ ടൈമിൽ സിഗ്നൽ കാണിക്കില്ല. ഓക്കെ, ആ സെറ്റിങ്സ് എനേബിൾ ചെയ്തിട്ടിരുന്നാൽ സിഗ്നൽസിൻ്റെ എണ്ണവും കുറവായിരിക്കും. അപ്പോൾ ഡീഫോൾട്ടായിട്ട് നമ്മളത് ഡിസേബിൾ ചെയ്തിടണ്ട. നമുക്ക് ഇൻഡിക്കേറ്റർ കുറച്ച് നാൾ യൂസ് ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് എനേബിൾ ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് ഡിസേബിൾ ചെയ്യേണ്ടതെന്ന് നമുക്ക് കുറച്ച് ഐഡിയ കിട്ടും. ആ ടൈമിൽ നമുക്കിതൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അത് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഡീഫോൾട്ടായിട്ട് സിഗ്നൽസ് മാക്സിമം കിട്ടാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഓഫാക്കി ഇടുന്നതായിരിക്കും നല്ലത്. ഇത് ഓഫാക്കി ഇടുന്നു, അതേപോലെ ഇത് ചാർട്ട് എന്നുള്ള സെറ്റിങ്സ് കൊടുക്കുന്നു. ഓക്കെ, മെയിനായിട്ട് ഈ 2 സെറ്റിങ്സ് മാത്രമേ മാറ്റാനുള്ളൂ. അവരും ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കതിനായിട്ട് അലേർട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു സെൽ സിഗ്നൽ അല്ലെങ്കിൽ ബൈ സിഗ്നൽ കാണിക്കുന്നത് നമുക്ക് അലേർട്ട് സെറ്റ് ചെയ്തിട്ട് ആ ടൈമിൽ മാത്രം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് ഇരുന്നാൽ മാത്രം മതിയാവും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ട്രേഡിംഗിൻ്റെ ബേസിക് വെർഷനിൽ നമുക്ക് 2 അലേർട്ട് മാത്രം ചെയ്യാനുള്ള സെറ്റിങ്സേ ഉള്ളൂ, പോസിബിലിറ്റിയാണ് ഉള്ളത്. ഈ സ്മാർട്ട് ട്രേഡർ ഇൻഡിക്കേറ്ററിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ബൈയും സെല്ലും ഒരു അലേർട്ട് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. സാധാരണ നമുക്ക് മിക്ക ഇൻഡിക്കേറ്ററും തരുന്നത് ബൈ സെപ്പറേറ്റ് അലേർട്ടായിട്ട് സെറ്റ് ചെയ്യണം, സെല്ല് സെപ്പറേറ്റ് അലേർട്ടായിട്ട് സെറ്റ് ചെയ്യണം. പക്ഷേ നമുക്ക് ഇത് രണ്ടും കമ്പൈൻ ചെയ്തുകൊണ്ട് ഒറ്റ അലേർട്ടായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഇൻഡിക്കേറ്ററിൻ്റെ വേറൊരു പ്രത്യേകത. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ ഇൻഡിക്കേറ്ററിൻ്റെ ഇതിൽ വന്നിട്ട് 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിന് ശേഷം ആഡ് അലേർട്ട് ഓൺ സ്മാർട്ട് ട്രേഡർ പ്ലസ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം അതിന് മുമ്പായിട്ട് നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പെയർ അതേപോലെ നമ്മുടെ ടൈം ഫ്രെയിം കറക്റ്റ് ചൂസ് ചെയ്തിരിക്കണം. ഡീഫോൾട്ടായിട്ട് നമുക്ക് 5 മിനിറ്റ് അതേപോലെ BTC USDT പെർപച്വൽ പെയറാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ശേഷം 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു, ആഡ് അലേർട്ടിലോട്ട് വരുന്നു. അതിനുശേഷം നമുക്ക് ഇവിടെ ഈ കറക്റ്റ് ഇങ്ങനെ തന്നെ എനി അലേർട്ട് ഫംഗ്ഷൻ തന്നെ കൊടുത്തേക്കണം. അപ്പോൾ 2 ബൈയും സെല്ലും വന്നാലും നമുക്ക് ഒറ്റ അലേർട്ട് തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അതുപോലെ എക്സ്പയറേഷൻ ഡേറ്റ് മാക്സിമം അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ് ഏതാണ് അത് കൊടുക്കുന്നു. April 25 ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്, അത് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഡേറ്റിലല്ല നമുക്ക് അലേർട്ട് ചെയ്യും ഇത്. ഓക്കെ, നമുക്ക് അതിനുശേഷം ഇവിടെ ഒരു നെയിം എന്താ നമുക്കിപ്പം തിരിച്ചറിയാന്നുണ്ടെങ്കിൽ നെയിം സെറ്റ് ചെയ്ത് കൊടുക്കാം. നിലവിൽ ഡിഫോൾട്ട് ഇതാണ് കാണുന്നത്. ഓക്കെ, അതിനുശേഷം നോട്ടിഫിക്കേഷനിൽ വന്നിട്ട് ഇപ്പം നമുക്ക് ആപ്പിൽ നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ഇത് എനേബിൾ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതേപോലെ ഈ ട്രേഡിങ്ങിൻ്റെ ചാർട്ടിൽ തന്നെ ഈ ഒരു ഏരിയയിലായിട്ട് നോട്ടിഫിക്കേഷൻ ടോസ്റ്റായിട്ട് പോപ്പപ്പ് ചെയ്ത് വരുന്നുണ്ട്. അതും എനേബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫില്ല് ചെയ്ത് കൊടുക്കണം, ഈ ഒരു ഓപ്ഷൻ. അതേപോലെ നമുക്ക് മെയിലിലും അലേർട്ട് വരുന്ന ഒരു ഓപ്ഷനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ നമുക്ക് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഡിവൈസ് ലാപ്ടോപ്പിൽ നമുക്ക് ഇപ്പോൾ സൗണ്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഇഷ്ടമുള്ള സൗണ്ട് കൊടുക്കാം. ഓക്കെ, ശേഷം ക്രിയേറ്റ് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് അലേർട്ട് എനേബിൾ ആയിട്ടുണ്ടാവും. ശേഷം നമുക്കിപ്പം വേറൊരു പെയർ നോക്കണമെന്നുണ്ടെങ്കിൽ അതിലും ഒരു അലേർട്ട് സെറ്റ് ചെയ്യാം. അതിലും ബൈയും സെല്ലും അറ്റ് എ ടൈം അലേർട്ട് ചെയ്യും. ഉദാഹരണം നമുക്ക് എതേറിയം നോക്കുകയെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സൂയി നോക്കാം. സൂയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് സെപ്പറേറ്റ് അലേർട്ടായിട്ട് ബേസിക് വെർഷനിൽ നമുക്ക് ട്രേഡിങ്ങിൻ്റെ ബേസിക് വെർഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് 2 അലേർട്ടാണ് മാക്സിമം ചെയ്യാൻ പറ്റുന്നത്. എസെൻഷ്യൽ എടുത്തു കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് 20 അലേർട്ട് വരെ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എസെൻഷ്യൽ ഏകദേശം 1500 ആണെന്ന് തോന്നുന്നു റേറ്റ് വരുന്നത് മന്ത്ലി. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഇൻഡിക്കേറ്റർ എങ്ങനെയാണ് സിഗ്നൽ തരുന്നത്, നമുക്ക് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാന്നുള്ളത് നോക്കാം. ഇതിനകത്ത് നമുക്ക് ബൈയും സെല്ലും കാണാൻ പറ്റും. അതേപോലെ ഒരു കാര്യം, ഈ ഇൻഡിക്കേറ്റർ നമുക്ക് വീക്കെൻഡിൽ സിഗ്നൽസ് തരുന്നതല്ല. ഇപ്പം 24/7 അവൈലബിൾ ആയിട്ടുള്ള മാർക്കറ്റാണ് ക്രിപ്റ്റോ. അപ്പോൾ അതിനകത്ത് ഈ വീക്കെൻഡിൽ നമുക്ക് മാർക്കറ്റിൽ നല്ല വോളിയം അല്ലെങ്കിൽ വോളറ്റിലിറ്റി വളരെ ലോ ആയിരിക്കും. ആ ടൈമിൽ സിഗ്നൽസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യില്ല ഇൻഡിക്കേറ്റർ. അപ്പോൾ സിഗ്നൽസ് എല്ലാം പോസ് ആയിരിക്കും. അതുകൊണ്ട് അതിന് ശേഷം മാത്രം ആയിരിക്കും നമുക്ക് സിഗ്നൽസ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ തന്നെ സൺഡേ സാറ്റർഡേ സിഗ്നൽസ് കിട്ടിയിട്ടില്ല.
ശേഷം മൺഡേ വന്നപ്പോഴാണ് അവിടെ ഒരു സിഗ്നൽസ് ക്രിയേറ്റ് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്ന് നോക്കാം. നമുക്കൊരു സെൽ സിഗ്നൽ നമുക്കിവിടെ കിട്ടി. ഈ സെൽ സിഗ്നൽ കിട്ടിയത് ശേഷം നമുക്ക് ഇപ്പം ഒന്ന് ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് ലോസ്. സെല്ലാകുമ്പം സ്റ്റോപ്പ് ലോസ് മേളിലായിരിക്കുമല്ലോ വരുന്നത്. ഫസ്റ്റ് സ്റ്റോപ്പ് ലോസ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടി പി. ഈ ടി പി എന്ന് പറയുന്നത് ATR ബേസ്ഡ് ടി പി ആണ്. ആവറേജ് ട്രൂ റേഞ്ച് വോളറ്റിലിറ്റി ബേസ് ചെയ്തിട്ടുള്ള റിയലിസ്റ്റിക് ടി പി ആണ് ഫസ്റ്റ് ടി പി എന്ന് പറയുന്നത്. അതേപോലെ സെക്കൻഡ് ടി പി എന്ന് പറയുന്നത് 1:2 റിസ്ക് റിവാർഡ് ഉള്ള ടി പി ആണ്. ഈ സെക്കൻഡ് ടി പി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1:2 റിസ്ക് റിവാർഡ് കിട്ടും. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു ട്രേഡിൽ നമ്മൾ $50 നമ്മൾ നമ്മുടെ റിസ്ക് വയ്ക്കുന്നുണ്ടെങ്കിൽ $100 ആയിരിക്കും നമുക്കിവിടെ പ്രോഫിറ്റ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇത് ഫസ്റ്റ് SL ആണ്. സെക്കൻഡ് ഈ SL സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1:1 ആ റേഞ്ചിൽ ഉള്ള ഒരു റിസ്ക് റിവാർഡായിരിക്കും വരുന്നത്. സേഫ് SL ആണെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ സേഫ് ആയിരിക്കും. സ്വിങ് ഹൈയിലായിരിക്കും അല്ലെങ്കിൽ സ്വിങ് ലോയിലായിരിക്കും നമുക്കിതിൻ്റെ ആ സ്റ്റോപ്പ് ലോസ് ലെവൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ നമുക്കിവിടെ ഒരു ചെറിയൊരു ഒരു ടേബിൾ കാണാം. ഇപ്പം അതിനകത്ത് കാണിക്കുന്ന ഡേറ്റ എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ജനറേറ്റ് ആയിരിക്കുന്ന സിഗ്നലിൻ്റെ ഡേറ്റാസാണ്. ഇതിനകത്ത് കാണുന്ന എൻട്രി ഈ സെയിം പ്രൈസ് ആയിരിക്കും. അപ്പോൾ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടി പി ആണ് ഇത്. സേഫ് SL എന്ന് പറയുന്നത് സ്വിങ് ബേസ്ഡ് SL ആണ് ഇത്. ടേക്ക് പ്രോഫിറ്റ് 1 എന്ന് പറയുന്നത് ഇതാണ്. ടേക്ക് പ്രോഫിറ്റ് 2 എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പം സെയിം കളർ അവിടെ തന്നെ മാച്ച് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാം. അതേപോലെ നമ്മൾ പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ് ചെയ്തിട്ടായിരിക്കണം ഈ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യേണ്ടത്. ഒരിക്കലും ബ്ലൈൻഡായിട്ട് ഇൻഡിക്കേറ്റർ ഫുൾ എമൗണ്ടിൽ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മളൊരു ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ മാക്സിമം 1% അല്ലെങ്കിൽ 2% നമ്മുടെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ 1 അല്ലെങ്കിൽ 2% മാത്രമേ റിസ്ക് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഒരു $5000 നമ്മുടെ ക്യാപിറ്റലെങ്കിൽ നമ്മൾ അതിനകത്തുനിന്ന് 1% എന്ന് പറയുന്നത് $50 ആയിരിക്കും. $50 മാത്രമേ നമ്മൾ ഒരു ട്രേഡിൽ റിസ്ക് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, റിസ്ക് ചെയ്താൽ നമുക്ക് മിനിമം നമുക്ക് ചിലപ്പോൾ കിട്ടാൻ പോകുന്നത് 1:1 താഴെ ആയിരിക്കാം ഈ ഫസ്റ്റ് ടി പി എന്നുള്ളത്. സെക്കൻഡ് ടി പി എന്നുള്ളത് 1:2 ആണ്. അപ്പോൾ ഈ സെക്കൻഡ് ടി പി ഹിറ്റ് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് $100 ആയിരിക്കും നമുക്കിവിടെ പ്രോഫിറ്റ് വരുന്നത്. ഓക്കെ, ഒരിക്കലും നമ്മുടെ ക്യാപിറ്റലിൻ്റെ വലിയൊരു എമൗണ്ട് ഒരു ട്രേഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതാണ് നമ്മുടെ റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ പാർട്ട് എന്ന് പറയുന്നത്. ഈ ഇൻഡിക്കേറ്റർ നമുക്ക് എല്ലാ മാർക്കറ്റിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിലവിൽ നമുക്ക് നമ്മുടെ ട്രേഡിംഗ് സ്റ്റൈൽ ഏതാണോ അത് നമ്മൾ ഫിക്സ് ചെയ്യണം. അപ്പോൾ ഒരു സ്കാൽപ്പർ ആണ് എന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ ചൂസ് ചെയ്യാം. ഒരു ഇൻട്രാഡേ ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് 50 മിനിറ്റ് ചൂസ് ചെയ്യാം. സ്വിങ് ട്രേഡർ ആണെങ്കിൽ 1 അവർ 4 അവർ ഡേ അല്ലെങ്കിൽ ഡേ. ഒരു പൊസിഷണൽ ട്രേഡർ ആണെങ്കിൽ വീക്ക്ലി മന്ത്ലി ക്യാൻഡിലൊക്കെ യൂസ് ചെയ്യാം. വീക്ക്ലി മന്ത്ലിയും സിഗ്നലൊക്കെ വളരെ കുറവായിരിക്കും. ചിലപ്പോൾ ഒരു 1 ഇയറൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഒരു സിഗ്നൽ ജനറേറ്റ് ആവുന്നത്. അപ്പോൾ അത്രയും ആളും ചൂസ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഒരു സ്കാൽപ്പർ ആണെന്നുണ്ടെങ്കിൽ സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വളരെ സ്പീഡിന് നമുക്കൊരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ട് എക്സിറ്റ് ചെയ്യുന്ന മെത്തേഡാണ്. അപ്പോൾ സ്കാൽപ്പിങ്ങിന് നമുക്ക് ഈ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിലവിലിപ്പോൾ ഒരു സെൽ സിഗ്നൽ കിട്ടി, അതിന് ടൈം ഫ്രെയിം ചൂസ് ചെയ്യുന്നത് 1 മിനിറ്റ് ആണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സെൽ സിഗ്നൽ കിട്ടി, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഈ ഫസ്റ്റിൽ വെച്ചു, ടി പി സെക്കൻഡിൽ വെച്ചു. ഏകദേശം ഒരു 24 മിനിറ്റിൽ ഈ ട്രേഡ് എക്സിറ്റ് ആയിട്ടുണ്ട്. ടേക്ക് പ്രോഫിറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. 1:2 റിസ്ക് റിവാർഡ് കിട്ടി. എന്ന് വെച്ചാൽ $50 റിസ്ക് ചെയ്ത ആൾക്ക് $100 പ്രോഫിറ്റായിട്ട് കിട്ടി. അപ്പോൾ നിലവിലിപ്പോൾ ഒരു ട്രേഡിങ് റണ്ണിങ്ങിലാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടി പി, ഇത് സെക്കൻഡ് ടി പി. ഇത്രയും ഫാസ്റ്റായിട്ട് ചിലപ്പോൾ മാർക്കറ്റ് ഹിറ്റാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ബൈ സിഗ്നൽ ഫസ്റ്റ് ടി പിയും സെക്കൻഡ് ടി പിയും
ഫാസ്റ്റായിട്ട് തന്നെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ 1:2 ഹിറ്റ് അയക്കുന്നത് ഒരു 30 മിനിറ്റിനകത്തായിരിക്കും. 23 മിനിറ്റിൽ നമുക്ക് ഹിറ്റായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഫോൾ സിഗ്നൽസും ഈ ഇൻഡിക്കേറ്ററിൽ കിട്ടും. നമ്മളതെല്ലാം കണ്ടിട്ട് വേണം ഈ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാനായിട്ട്. അതാണ് പറയുന്നത്, റിസ്ക് മാനേജ്മെൻറ്റ് കറക്റ്റ് പ്രോപ്പർലി യൂസ് ചെയ്യണം. അതുപോലെ നമുക്ക് ഒരു ട്രേഡിംഗ് പ്ലാൻ ഉണ്ടായിരിക്കണം. ഒരു ദിവസം എത്ര ട്രേഡ് എടുക്കണം എന്നുള്ള മെത്തേഡ് ഉണ്ടായിരിക്കണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സക്സസ് ആവാൻ പറ്റത്തുള്ളൂ. ഓക്കെ, വേറൊരു കാര്യം, ഈ ഇൻഡിക്കേറ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടെലഗ്രാം സിഗ്നൽ ഗ്രൂപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് വരുന്ന സിഗ്നൽസ് എല്ലാം ഈ ഇൻഡിക്കേറ്ററിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. അതിൻ്റെ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇതാണ് അതിൻ്റെ ഫീസും കാര്യങ്ങളും വരുന്നത്. പെർ മന്ത് $4.99 വരുന്നത്. ഇതിനകത്ത് വരുന്നത് ഒരു 5 to 10 സിഗ്നൽസ് ആയിരിക്കും പെർ ഡേ. എല്ലാ മാർക്കറ്റും ഇതിനകത്ത് കവർ ആവുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ കഴിഞ്ഞ മാസം വളരെ നല്ലൊരു പെർഫോമൻസാണ് ഇൻഡിക്കേറ്റർ തന്നത്. ടോട്ടൽ 67 ട്രേഡ് എടുത്തതിൽ നമുക്ക് 50 വിന്നും 15 ലോസ് മാത്രമാണ് വന്നിട്ടുള്ളത്. 17 ഏകദേശം 17 2 ബ്രേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നിലവിൽ സിഗ്നൽസ് ഗ്രൂപ്പ് റണ്ണിങ്ങിലാണ്. താല്പര്യം ഉള്ളവർക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഡെമോ അക്കൗണ്ടിൽ ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളതെന്നൊരു ഐഡിയ കിട്ടിയതിന് ശേഷം മാത്രം റിയൽ മണി യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, അപ്പോൾ റിസ്ക് മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടുള്ള ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ പാർട്ട് 2 ആയിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. അപ്പോൾ അതിനകത്ത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എത്രത്തോളം റിസ്ക് എടുക്കാം, അത് എങ്ങനെയാണ് റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്യേണ്ടത്, പൊസിഷൻ സൈസിങ് എങ്ങനെ ചെയ്യാം, അതിനെ പറ്റിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് വീഡിയോ അതിനകത്തുണ്ടാവും. ഓക്കെ, അപ്പോൾ നിലവിൽ നിങ്ങൾക്കൊരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ട്രേഡിംഗ് പ്ലാൻ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇൻഡിക്കേറ്റർ ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുന്നു.